ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ കാട്ടാനയാക്രമണം. ചിന്നക്കനാൽ 301 കോളനിയിലെ 2 വീടുകൾ ചക്കക്കൊമ്പൻ തകർത്തു. മറയൂരിലെത്തിയ വിരിക്കൊമ്പൻ KSRTC ബസ് തടഞ്ഞു. മൂന്നാറിൽ പടയപ്പ വഴിയോരക്കട തകർത്തു. അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയതിനു പിന്നാലെ കാര്യമായ പ്രശ്നങ്ങളില്ലാതിരുന്ന ചിന്നക്കനാലിൽ കാട്ടാനയാക്രമണം വീണ്ടുമുണ്ടായതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. സാവിത്രി കുമാരൻ, ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് ആന തകർത്തത്. സാവിത്രിയുടെ വീടിന്റെ അടുക്കള ഭാഗവും ലക്ഷ്മിയുടെ വീടിന്റെ മുൻഭാഗവും തകർത്തു. ഇരു വീടുകളിലും ആൾതാമസമില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. പുലർച്ചെയെത്തിയ ചക്കക്കൊമ്പൻ വ്യാപകമായി കൃഷിനാശവുമുണ്ടാക്കി. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗ്രാൻഡ്സ്ലാൻഡിലാണ് പടയപ്പ എത്തിയത്. രാവിലെ എത്തിയ ആന വഴിയോരക്കട തകർത്തു. മൂന്നാർ ഉദുമ്മൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെത്തിയ വിരിക്കൊമ്പൻ KSRTC ബസ് തടഞ്ഞു. ചിന്നാർ ഭാഗത്ത് റോഡിൽ നിൽക്കുകയായിരുന്ന ആന ബസിന് മുന്നിലേക്കെത്തി. ആന പിന്തിരിഞ്ഞതോടെയാണ് ബസിന് യാത്ര തുടരാനായത്. ഇന്നലെ രാത്രി കന്നിമാലിലെത്തിയ പടയപ്പ ബൈക്ക് യാത്രികരെ ആക്രമിച്ചിരുന്നു. പടയപ്പ മതപ്പാടിലാണെന്നും ചൂട് കനത്താൽ മറ്റ് വന്യമൃഗങ്ങൾ കാടിറങ്ങാനുള്ള സാധ്യതയുള്ളതിനാലും സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നാണ് വനം വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയ 1 ഇടുക്കി.